ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 18-ാം സങ്കീർത്തനത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. കുശവനും അലക്കുകാരനും അയൽവാസികളായിരുന്നു. അലക്കുകാരൻ കഠിനാധ്വാനിയും പണം ദുരുപയോഗപ്പെടുത്താത്തവനുമായിരുന്നു. അതുകൊണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും അയാൾ ധനാഢ്യനായിക്കൊണ്ടിരുന്നു. എന്നാൽ അയൽവാസിയായ കുശവൻ മടിയനും അലക്കുകാരൻ്റെ സാമ്പത്തിക വളർച്ചയിൽ അസൂയാലുവുമായിരുന്നു. തന്മൂലം കുശവൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. ഒരിക്കൽ ആ രാജ്യത്തെ രാജാവ് ആനപ്പുറത്ത് കയറി വരുന്നത് കുശവൻ കണ്ടു. അയാൾ ഓടിച്ചെന്ന് രാജാവിനോട്, അല്ലയോ പ്രഭു, അങ്ങ് ഈ കറുത്ത ആനപ്പുറത്തിരിക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു അലക്കുകാരൻ ഏത് കറുത്തതും അലക്കി വെളുപ്പിക്കുവാൻ സമർത്ഥനാണ്. ഈ ആനയെ ആ അലക്കുകാരനെ ഏൽപ്പിച്ചാൽ കുളിപ്പിച്ച് വെള്ളയാക്കി തരും. അങ്ങനെ അങ്ങേക്ക് വെള്ളയാനപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യാം. അവൻ പറഞ്ഞു നിർത്തി. രാജാവ് കുശവൻ്റെ നിർദ്ദേശം ശരിയാണെന്ന് ധരിക്കുകയും അലക്കുകാരനെ വിളിച്ചു വരുത്തി ആനയെ കുളിപ്പിച്ച് അതിൻ്റെ കറുപ്പ് നിറം മാറ്റി വെള്ള നിറമാക്കുവാൻ പറയുകയും ചെയ്തു. ഇത് കേട്ട് അലക്കുകാരൻ അമ്പരന്നു. ഇതെങ്ങനെ സാധിക്കും? അപ്രകാരം ചെയ്തില്ലെങ്കിൽ രാജാവ് തന്നെ കൊല്ലുകയും ചെയ്യും. അലക്കുകാരൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അപ്പോൾ അലക്കുകാരനൊരു ബുദ്ധി തോന്നി. പ്രഭു, ഞാൻ ഈ ആനയെ തേച്ച് വെളുപ്പിക്കാം. എന്നാൽ ആനയ്ക്ക് ഇറങ്ങി നിൽക്കാൻ തക്ക ഒരു പാത്രം ആവശ്യമാണ്. അയാൾ പറഞ്ഞു. രാജാവ് അത് സാരമില്ലെന്ന് പറഞ്ഞിട്ട് കുശവനെ വിളിപ്പിച്ച് ആനയെ ഇറക്കി നിർത്തി കുളിപ്പിക്കുവാനുള്ളൊരു പാത്രം ഉണ്ടാക്കുവാൻ കൽപ്പിച്ചു. അപ്പോഴാണ് തനിക്ക് പറ്റിയ അമളിയെപ്പറ്റി കുശവന് മനസ്സിലായത്. ഇത് ചെയ്തില്ലെങ്കിൽ രാജാവ് തന്നെ കൊല്ലുമെന്ന ഭയത്താൽ കുശവൻ ആ രാജ്യം വിട്ട് ഓടിപ്പോയി. പ്രിയമുള്ളവരെ, നിഷ്കളങ്കന്മാരായ മറ്റുള്ള മനുഷ്യരെ ഒരിക്കലും നാം വഞ്ചിക്കരുത് എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും അവരുടെ നന്മയിൽ സന്തോഷിക്കുവാനും ഒക്കെ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം പക്വതയുള്ളതായി തീരുകയുള്ളൂ. അപ്രകാരമുള്ള പക്വതയുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും തക്കവണ്ണം എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരാക്കണമേ. ആരെയും വഞ്ചിക്കുവാനോ ചതിക്കുവാനോ ഒരിക്കലും ഞങ്ങൾക്ക് ഇടയാകല്ലേ. അപ്രകാരമുള്ളൊരു ക്രിസ്തീയ ജീവിതം കർത്താവെ കെട്ടുപണി ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.